നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ISROയുടെ പ്രധാന കേന്ദ്രമായ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ 2025 അപ്രന്റീസ്ഷിപ്പ് ഡ്രൈവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ബിരുദധാരികൾ, എഞ്ചിനീയർമാർ, ഡിപ്ലോമക്കാർ എന്നിവർക്കായി ആകെ 96 തസ്തികകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. nrsc.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 11 ആണ്. എഴുത്തുപരീക്ഷയോ അഭിമുഖമോ നടത്തില്ല എന്നതാണ് ഈ നിയമനത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത്. അക്കാദമിക് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിനാൽ തന്നെ ഇത് ഇന്ത്യയിലെ പ്രമുഖ ബഹിരാകാശ ഗവേഷണ ഏജൻസിയുമായി പ്രവർത്തിക്കാൻ പുതുമുഖങ്ങൾക്ക് ഒരു സുവർണാവസരം വാഗ്ദാനം ചെയ്യുന്നു. ബിരുദ അപ്രന്റീസിനായി 11 ഒഴിവുകളും ടെക്നീഷ്യൻ അപ്രന്റീസിനായി 30 ഒഴിവുകളും ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസിൽ 25 ഒഴിവുകളും ഗ്രാജുവേറ്റ് അപ്രന്റീസിൽ 30 ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും സ്ട്രീമിൽ ബിരുദാനന്തര ബിരുദം, കമേഴ്സ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമ, അംഗീകൃത സർവകലാശാലയിൽ നിന്ന് BE, BTech എന്നിവ ഉണ്ടായിരിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട അപ്രന്റീസുകൾക്ക് തസ്തികയെ ആശ്രയിച്ച് പ്രതിമാസം 8,000 രൂപ മുതൽ 9,000 രൂപ വരെ സ്റ്റൈപ്പൻഡ് ലഭിക്കും. സാമ്പത്തിക സഹായത്തോടൊപ്പം അപ്രന്റീസുകൾക്ക് ISROയിൽ പ്രായോഗിക പരിശീലനവും എക്സ്പോഷറും ലഭിക്കും. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ, സ്വകാര്യ മേഖലകളിലെ കരിയർ സാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. രേഖാ പരിശോധനാ സമയത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. ജനന തീയതി തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത SSLC മുതൽ, ജാതി വിഭാഗ സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ അത് വേണം. അനുഭവ പരിചയ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയും യഥാർത്ഥ രേഖകളും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേട് കണ്ടെത്തിയാൽ അപേക്ഷ ഉടനടി നിരസിക്കപ്പെടും. ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ പരിശോധിക്കും. ശേഷം ഒരു മെറിറ്റ് ലിസ്റ്റ് പാനൽ തയ്യാറാക്കും. അന്തിമ തെരഞ്ഞെടുപ്പ് കർശനമായി മെറിറ്റ് പാനലിലെ സ്ഥാനം അനുസരിച്ചായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇമെയിൽ വഴി ഓഫർ ലെറ്റർ ലഭിക്കൂ. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം. എൻറോൾമെന്റ് ID സൃഷ്ടിക്കാൻ NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. ഉമാങ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധാപൂർവം പൂരിപ്പിക്കുക. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, ജാതി സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ അത്, സമീപകാല ഫോട്ടോ എന്നിവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിച്ച ശേഷം ഭാവി റഫറൻസിനായി പ്രിന്റ് ഔട്ട് സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.